ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാവലിന്റെ കുറെ OG ഫോളോവേഴ്സ് അതായത് സ്ഥിരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എൻഡ് ഗെയിമിന് ശേഷം നഷ്ടമായി പോയിട്ടുണ്ട്. കാരണം ഒറിജിനൽ അവഞ്ചേഴ്സ് പോയി, കുറെ ആൾക്കാർ മരിച്ചു, റിട്ടയർഡായി, കുറെ ആൾക്കാർ വേറെ ടീമിൽ കയറി, തോളൊക്കെ ഇപ്പൊ വേറെ ലെവലിൽ നിൽക്കുന്നു, ബോസ് ബാനർ റിട്ടയർ ആയിട്ട് സാധാരണ ഇതിൽ നിൽക്കുന്ന ഹാക്കായി റിട്ടയർഡായി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് വേറെ ലെവലിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പം അതിന് കുറെ മാവൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറെ പോയ സമയത്താണ് കുറച്ച് സീരീസ് ഇവർ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന സമയത്താണ് അതിൽ ഇത്തിരി ഒന്ന് ആൾക്കാർ ഇറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അയൺ ഹാർട്ട് ആണ്. അയൺ ഹാർട്ടിന്റെ കൂടെ തന്നെ ഇറങ്ങിയ ഒരു സാധനമാണ്, ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങുന്ന സാധനമാണ് ഈ മാവൽ സോംബീസ്. അതൊരു അനിമേറ്റഡ് സീരീസ് ആണ്. അതായത് നമ്മുടെ വാട്ട് ഇഫ് ഡയറക്ട് ചെയ്ത് റിയാൻ ആൻഡ്രേഴ്സിന്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു സാധനമാണ് മാവൽ സോംബീസ്. ഈ മാവൽ സോംബീസ് ആയാലും അയൺ ഹാർട്ട് ആയാലും എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ രണ്ടിനും നല്ല വെൽ സ്റ്റോറി ലൈൻ ആണുള്ളത്. ബട്ട് അയൺ ഹാർട്ടിന് ഒരുപാട് ഇതുണ്ട്, ഒരുപാട് കുറ്റം ഉണ്ട്. കാരണം എടുത്ത് പറയേണ്ട സാധനമാണ്. ഈ മാവൽ സോംബീസിന്റെ ആയാലും അയൺ ഹാർട്ടിന്റെ ആയാലും സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അപ്പൊ അതിൽ കാണാം. ഈ ഫസ്റ്റ് തന്നെ മാവൽ സോംബീസ് എന്ന് പറഞ്ഞാൽ, മാവൽ സോംബീസ് ഞാൻ പറഞ്ഞില്ല വാട്ടിഫിന്റെ ആളാണ്, റയൻ ആൻഡ്രേഴ്സ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. വാട്ടിഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് വാട്ടിഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ളത് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് സീസൺ. ഇപ്പൊ ഈ മാവൽ സോംബീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് വേറെ യൂണിവേഴ്സ് ആണ്. ഈ യൂണിവേഴ്സിൽ നമ്മുടെ മറ്റേ വാട്ടിഫ് സീസൺ 1 മറ്റേ സോംബി അപ്പോക്കാലിപ്സ് നടക്കുന്ന സ്ഥലത്തുള്ള ഒരു കുപ്പിയിൽ കിടക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവമാണ്. അവരുടെ യൂണിവേഴ്സിന്റെ കഥയാണ് ഈ മാവൽ സോംബീസിൽ എടുത്ത് കാണിക്കുന്നത്. ഒരു സോംബി അപ്പോക്കാലിപ്സ് നടക്കുന്ന ഒരു ഇതിനെ പറ്റിയാണ് കാണിക്കുന്നത്. അതിലും ക്ലൈമാക്സിൽ ഇതേ സെയിം സാധനം, അതായത് ഇമോഷണൽ ഡ്രാമയ്ക്ക് വരും ഇവിടെ അവർ പിടിച്ചിരുന്ന ഡ്രീമാണ്. ക്ലൈമാക്സിൽ എല്ലാവരും ഡ്രീമിലോട്ടായി പോകുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡ്രീമിലോട്ടായി പോകുന്നു. ഇപ്പൊ അയൺ ഹാർട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അയൺ ഹാർട്ടിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അയൺ ഹാർട്ട് സൂപ്പർ സാധനമാണ്. ഉള്ളത് പറയാലോ, നല്ലൊരു കിടില സ്റ്റോറി ലൈനാണ്, സൂപ്പർ സ്റ്റോറി ലൈനാണ് അയൺ ഹാർട്ടിന്റെ സാധനം. ഒരു വില്ലൻ ഇൻട്രോ, ഒരു സാധനം ഫ്യൂച്ചറിലോട്ടുള്ള സിനിമയിലത്തൊക്കെ കാണിക്കാനായിട്ട് കുറെ ഉള്ള ഒരു സീരീസ് ആണ് അയൺ ഹാർട്ട്. ബട്ട് മാവൽ സോംബീസിൽ 4 എപ്പിസോഡ് ഉണ്ട്. അതിൽ 4ാമത്തെ എപ്പിസോഡ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് ഒരു ഡ്രീമിനകത്ത് വിട്ടുപോകുന്നു. പിന്നെ ഇത് ബാക്കി എന്താണ് നടക്കാൻ ഒരു തേങ്ങയും കാണിക്കുന്നില്ല. അയൺ ഹാർട്ടിൽ 6 എപ്പിസോഡ് ഉണ്ട്. 6ാമത്തെ എപ്പിസോഡിൽ ക്ലൈമാക്സിൽ ലാസ്റ്റ് ഇതേപോലെ റോയ് വില്യംസ് ചെന്ന് ഒരു ഡ്രീമിനകത്തായി പോകുന്നു. പിന്നെ എന്തിനു നടക്കൂലെന്നാ ഒന്നും കാണിക്കുന്നില്ല. രണ്ടിന്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, കഥ ഫുള്ള് വെച്ച് പറഞ്ഞ് സെപ്പറേറ്റ് വീഡിയോ എന്തായാലും വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം അത് കുറ്റം പറയാനായിട്ട് തന്നെ ഒരുപാടൊന്നും നല്ലതും വേണം ഒരുപാടൊന്നും. ഇപ്പൊ സെപ്പറേറ്റ് വീഡിയോ രണ്ടിന്റെയും 2 ഇട്ടാലേ പറ്റത്തുള്ളൂ.